അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ ഏതാനും ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുകയാണ്. അൽഹംദുലില്ലാ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ആയത്തുകൾ 2-3 ആയത്തുകൾ, അതായത് 19, 20, 21 ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കുന്ന 2-3 ആയത്തുകൾ വളരെ ശ്രദ്ധയോടുകൂടെ, സാധാരണ ഉസ്താദ് പറയാറുള്ളത് പോലെ വളരെ ശ്രദ്ധയോടുകൂടെ ഓതി തരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ ആയത്തുകൾക്കടിയിൽ വിരൽ വെച്ചുകൊണ്ട് ചുണ്ടനക്കി ഉസ്താദിന്റെ കൂടെ ശബ്ദത്തോടു കൂടി പാരായണം ചെയ്ത് പഠിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഖൈറാവാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യാം. എല്ലാവരും പരസ്പരം എല്ലാ ഉസ്താദന്മാർക്കും വേണ്ടി, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉസ്താദന്മാർക്കും ഖൈർ ലഭിക്കാൻ വേണ്ടി നിങ്ങളും പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ന് 22ാമത്തെ ആയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 22ാമത്തെ ആയത്ത് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വയൗമ നഹ്ശുറുഹും ജമീഅൻ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ ثم نقول للذين أشركوا أين شركاؤكم الذين كنتم تزعمون ثم لم تكن فتنتهم إلا أن قالوا والله ربنا ما كنا مشركين. انظر كيف كذبوا على أنفسهم وضل عنهم ما كانوا يفترون. ومنهم من يستمع إليك وجعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن يروا كل آية لا يؤمنوا بها كل آية لا يؤمنوا بها حتى إذا جاءوك يجادلونك يقول الذين كفروا إن هذا إلا أساطير الأولين.
പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, അപ്പം ഇന്ന് നമ്മൾ എടുത്ത ആയത്തിൽ ഞാൻ നിങ്ങൾക്ക് പഠിക്കാവുന്ന രൂപത്തിൽ ഞാനൊന്ന് ഓതിത്തരാം. കൂടെ ഓതുമ്പോൾ ഞാൻ ആവർത്തിച്ച് ഓതുമ്പോൾ കൂടെ നിങ്ങൾ ഓതണം. അതോടൊപ്പം അതിൽ വരുന്ന നിയമങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാൻ അത്യാവശ്യമുള്ള ചില ഭാഗങ്ങളിൽ വന്ന നിയമങ്ങളും ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങൾ പഠിച്ചതാണ് എങ്കിലും അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا അവിടെ وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ഇൽഹാർ ആണ്. മീമിനെ സുക്കൂൻ ചെയ്യപ്പെട്ട മീമിന് അവിടെ ഇൽഹാർ ചെയ്തിട്ട് വേണം ഓതാൻ. നഹ്ഷുറുഹും ജമീഅന്ന് കഴിഞ്ഞ പിന്നെ വരുന്നത് ഇഖ്ഫാഇന്റെ അക്ഷരമാണ്, ഫ ആണ്. അവിടെ നഹ്ഷുറുഹും ജമീഅൻ നഹ്ഷുറുഹും ജമീഅൻ അങ്ങനെ വേണം ഓതാൻ. അപ്പം ഞാൻ ഓതുമ്പോൾ നിങ്ങൾ കൂടെ ഓതുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഓത്ത് കേട്ടതിന് ശേഷം അത് പോസ് ചെയ്തിട്ട് നിങ്ങൾ കൂടെ ഓതണം കേട്ടോ. ജമീഅൻ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ അയ്ന ശുറകാഉകുമുല്ലദീൻ അവിടെ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ അവിടെ എന്താണ് നിയമം വരിക നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ മദ്ദുൽ മുൻഫസിലാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ആവർത്തിച്ച് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് പറയുന്നത്. അയിന ശുറകാഉകുമുല്ലദീന അവിടെ ശുറകാഉകും ഒരൊറ്റ ശുറകാഉകും അവിടെ ശുറക്ക എന്നുള്ളത് എന്താണ്, ഒറ്റ കെലിമത്തിലാണ് ഹംസയും മദ്ദും വന്നിട്ടുള്ളത്. ആ മദ്ദുൽ മുത്തസിലാണ്, നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ശുറകാഉകുമുല്ലദീന കുൻതും തസ്ഉമൂൻ സായൊക്കെ ശരിക്ക് പറയണേ. ثم لم تكن فتنتهم അവിടെ ശരിക്ക് ആ ഇഖ്ഫാന്റെ അക്ഷരമൊക്കെ ശ്രദ്ധിക്കുക. ഫിത്നതുഹും ഇല്ലാ അൻ ഖാലൂ വല്ലാഹി റബ്ബിനാ മാ കുന്നാ വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രികീൻ. മക്കളവിടെ നോക്കുക, അവിടെ മദ്ദുൽ മുൻഫസിലും മുത്തസിലും ഒക്കെ ഉസ്താദ് ചോദിക്കും നിങ്ങളോട് ഓദിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഇല്ലാ എന്നുള്ളിടത്ത് മദ്ദുൽ മുൻഫസിലാണ്, ശ്രദ്ധിക്കുക. റബ്ബിന മാ കുന്ന നൂന് ഷദ്ദുണ്ട്, നന്നായിട്ട് മണിക്കണം. മാ കുന്ന മുശ്രികീൻ അവിടെ. അതേപോലെ ഉൻദുർ കൈഫ കദബൂ അലാ അൻഫുസിഹിം അവിടെ ജീമ് അവിടെ നിർത്തൽ ജായിസാണ്, നിങ്ങൾക്ക് നിർത്താം. അല എന്നുള്ളിടത്ത് മദ്ദുൽ മുൻഫസിൽ ശ്രദ്ധിക്കുക. വദല്ല അൻഹും ഇൽഹാറാണ്, നൂനു സാക്കിനത്തിലെ ഇൽഹാറാണ്. അൻഹും മാ കാനൂ യഫ്തറൂൻ അവിടെ മീമു സാക്കിനത്തിലെ ഇദ്ഗാമാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ ഇനി അടുത്ത ആയത്ത്, ലാസ്റ്റ് ആയത്ത്. വമിൻഹും മൻ യസ്തമിഉ ഇലൈക് വമിൻഹും അവിടെ നേരത്തെ പറഞ്ഞ മീമു സാക്കിനത്തിലെ ഇദ്ഗാമാണ്. മൻ യസ്തമിഉ എന്നുള്ളിടത്ത് നൂനു സാക്കിനത്തിലെ ഇദ്ഗാമുമാണ്. വമിൻഹുമ്മ എന്നുള്ളിടത്ത് ഒന്നാമത്തെ മീമിന് അവിടെ ഒരു ഹർക്കത്തും ഇല്ല, ഒന്നുമില്ല. അപ്പൊ രണ്ടാമത്തെ മീമിന് ഷദ്ദ ഉണ്ട്, അപ്പൊ അവിടെ അതിലേക്ക് എന്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അതേപോലെ തന്നെ മൻ യസ്തമിഉ എന്നുള്ളിടത്ത്
നൂനു സാക്കിനത്തിലെ ഇദ്ഗാം ബിഗുന്നയാണ്. അവിടെ മൻ യസ്തമിഉ ഇലൈക്, ഇലൈക് അവിടെ മദ്ദുൽ ലീൻ ഉണ്ട്. ലീനിന്റെ അവിടെ ഒരു നിയമം വരുന്നുണ്ട്, നമ്മൾ പഠിച്ചു കാണും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ وَجَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَن يَفْقَهُوهُ وَفِي آذَانِهِمْ وَقْرًا അവിടെയൊക്കെ وَجَعَلْنَا عَلَى قُلُوبِهِمْ അവിടെ ഇൽഹാർ ചെയ്യണം മീമിനെ. അകിന്നത്തൻ അൻ യഫ്ഖഹൂഹു, അകിന്നത്തൻ തൻവീനെ വെളിവാക്കണം. അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറ അവിടെയൊക്കെ ശ്രദ്ധിക്കുക. മദ്ദുൽ മുൻഫസിലും മുത്തസിലും ഒക്കെ വരുന്നതോടൊക്കെ. അതേപോലെ വഇൻ യറൗ കുല്ല ആയത്തില്ലാ യുഅ്മിനൂ ബിഹാ, വഇൻ യറൗ ഇദ്ഗാം ബിഗുന്ന. അതേപോലെ ലാ യുഅ്മിനൂ ബിഹാ അവിടെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല. ഹത്താ ഇദാ ജാഊക യുജാദിലൂനക, ഹത്താ ഇദാ ജാ അടക്ക നീട്ടാനുണ്ട്. ഇദാ ജാ മുൻഫസിലും മുത്തസിലും അടുത്തടുത്ത നിയമമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഇദാ യുജാദിലൂനക യഖൂലുല്ലദീന കഫറൂ, യുജാദിലുല്ലദീന ഹത്താ ഇദാ ജാഊക യുജാദിലൂനക യഖൂലുല്ലദീന കഫറൂ ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. ഉസ്താദ് അതിൽ ഇന്നിപ്പോ നമ്മൾ പഠിച്ചതിൽ വന്ന നിയമങ്ങൾ ഏതാനും മദ്ദുൽ മുത്തസിലും മുൻഫസിലും ഇദ്ഗാം ബിഗുന്നയുമാണ്. ഇടക്ക് ഇൽഹാർ വന്നിട്ടുണ്ട്. അതേപോലെ ഇൽഹാറു ഷഫവി, മീമുസാക്കിനത്ത് സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ വന്നത് അവിടെ മീമിനെ വെളിവാക്കുക. മീമിനെ വെളിവാക്കി പറയുന്ന പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് അതിന്റെ സ്റ്റേറ്റിന്റെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കിട്ടുമ്പോൾ മീമുസാക്കിനത്തിലെ അവിടെയൊക്കെ നമ്മൾ ആ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട തജ്വീദിന്റെ നിയമങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്ത് നിങ്ങൾ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഹൈറായ താല്പര്യങ്ങളെയും അള്ളാഹു നല്ല നിലക്ക് മുന്നോട്ട് ഗമിക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.